നിങ്ങൾക്ക് ബിസിനസ് 3 തരത്തിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ് ടൈം ഉപയോഗിച്ചു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബിസിനസിന്റെ അകത്ത് മുങ്ങി താഴ്ന്നു നമ്മൾ തന്നെ എല്ലാം ചെയ്യും. നമ്മൾ ഓടി നടന്ന് നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മളെ കഴിവ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ടൈം കൊടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന രീതി. രണ്ടാമത്തെ രീതിയാണ് നമ്മുടെ സ്കിൽ ഉപയോഗിച്ചു. നമ്മുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യും. കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും ക്രിയേറ്റീവും ടൈം മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഒക്കെ നേടിക്കൊണ്ട് സ്കില്ല് നേടിക്കൊണ്ട് ബിസിനസ് ചെയ്യും. അടുത്തതാണ് നമുക്ക് കാശ് കൊണ്ട് മണി കൊണ്ട് മണി ഉണ്ടാക്കുന്ന രീതി. നമ്മുടെ കാശ് കൊണ്ട് സമ്പത്ത് കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ലോകത്തില് 89% ആൾക്കാർ ചെയ്യുന്നത് ടൈം കൊണ്ടാണ്. അവരുടെ സമയത്ത് ഉദാഹരണത്തിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടീ ഷോപ്പ് ആരംഭിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം സ്വയം ചെയ്യുക, ടൈം കൊടുത്തുകൊണ്ട്. അവരില്ലെങ്കിൽ അത് കടപൂട്ടും. സ്കില്ലുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കില്ലുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഈ ലോകത്തിൽ 10% ആൾക്കാർ മാത്രമാണ്. ശ്രദ്ധിക്കുക, ഈ ലോകത്തിലെ ഭൂരിഭാഗം മൃഗീയ ഭൂരിപക്ഷവും സമയം കൊടുത്തുകൊണ്ട്. പല ആൾക്കാർ ബിസിനസ്സുകാരും പറയും എനിക്ക് സമയമില്ല. എന്താ, സമയം മുഴുവനും ബിസിനസ്സിൽ കൊടുത്തിരിക്കുക. മൂന്നാമത്തെ വിഭാഗമാണ് മണി, കാശ് കൊണ്ട് കാശ് ഉണ്ടാകുന്ന ആൾക്കാർ. 1% ആൾക്കാർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഇവരുണ്ടല്ലോ ഈ ആൾക്കാർ, ടൈം കൊണ്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവർ ചെയ്യുന്ന പരിപാടി കാശുണ്ടാക്കിയിട്ട് ആ കാശിനെ സമ്പാദിക്കില്ല. അതുകൊണ്ട് വീണ്ടും വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാരാബ്ദങ്ങളിലേക്ക് ഇവർ ബിസിനസ് ചെയ്യുന്നത് ബാങ്കിന് ഓടി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാഫുകൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് വേണ്ടിയിട്ടല്ല. ഇതാണ് 89% ആൾക്കാർ ഇതാണ് ചെയ്യുന്നത്. ബാക്കി 10% ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാമോ? സ്കില്ല് ഉപയോഗിച്ച് കാശുണ്ടാക്കും. മൂന്നാമത്തെ വിഭാഗം മണി, കാശിനെ കൊണ്ട് കാശുണ്ടാക്കും. ഈ ലോകത്തുള്ള ഈ 3 രീതിയിലാണ് ആൾക്കാർ, ബിസിനസ്സുകാരന്മാർ മാത്രമല്ല ഏതൊരു കാര്യം ചെയ്യാൻ കഴിയും. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ബിസിനസിന്റെ ആത്യന്തികമായ ലക്ഷ്യം സമ്പത്ത് നേടുക എന്നുള്ളതാണ്.